ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി നവീൻ ബാബുവിന്റെ ബന്ധുവും CPIM നേതാവുമായ മലയാലപ്പുഴ മോഹനൻ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് പ്രഹസനമാണ്. കണ്ണൂർ ജില്ലാ കളക്ടർ ഇടപെട്ടാണ് ബന്ധുക്കൾ എത്തും മുമ്പ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയത്. കേസിൽ CBI അന്വേഷണം വേണമെന്നും മലയാലപ്പുഴ മോഹനൻ 24-നോട് പറഞ്ഞു. കെ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. എനിക്കും ഈ അന്വേഷണത്തിന്റെ ഒരു സമയം കഴിയുമ്പോൾ പോലും ഒരു ഇഞ്ച് പോലും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. ചില സംരക്ഷണങ്ങൾ പല വഴിക്ക് ഉണ്ടാകുന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം SIT ഇവിടെ മൊഴിയെടുക്കാൻ വന്നു. ആ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ കാര്യത്തിൽ സംശയം ഏറെ വന്നിട്ടുള്ളത്. കാരണം കേസ് അന്വേഷണം തൃപ്തികരമായ രീതിയിൽ തെളിയിക്കാനുള്ള ശ്രമമല്ല അവരുടെ ഭാഗത്തുനിന്നുള്ളത്. അവർ വന്ന് ഇവിടെ 2 മണിക്കൂർ മഞ്ജുളയുടെ മൊഴിയെടുത്തു, സഹോദരന്റെ മൊഴിയെടുത്തു. പക്ഷെ ആ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും അത് നടത്തി മുന്നോട്ട് പോകുന്ന കണ്ടപ്പം സംശയം അവർക്കുണ്ടായി. ആ സംശയമാണ് അവര് മുന്നോട്ട് പോകുന്ന നീതി ലഭിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോകാൻ തീരുമാനിച്ചത്. അതുവരെ ഗവൺമെന്റ് അന്വേഷണം തന്നെ ആര് സംരക്ഷിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തെ തൃപ്തികരമാകുന്നില്ല. ഈ ആത്മഹത്യക്കുറിപ്പ്, അത്തരമൊരു കുറിപ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അല്ലെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്തോ ഇൻക്വസ്റ്റ് സമയത്തോ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും അവർ അറിയിച്ചിരുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അത് ജെനുവിൻ അല്ലേ? ആ കുടുംബം ഉന്നയിക്കുന്ന പറഞ്ഞാൽ നേരത്തെ തന്നെ അത് പറഞ്ഞതാണ്. ഇവിടെ നിന്ന് അവര് വിവരം അറിഞ്ഞ ശേഷം കണ്ണൂരേക്ക് യാത്ര തിരിച്ചു. സഹോദരന്റെ പേര് 4 പേരും കൂടി വെഡ്ഡൂക്കൽ ഉൾപ്പെടെയാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. 1. 2, പെരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട ആശുകൾ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടില്ല. അതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായം ഇവിടെ അങ്ങോട്ട് വിളിച്ചറിയിച്ചതാണ്. അന്നേരം കളക്ടർ പറഞ്ഞ മറുപടി, ഞാനിവിടെ ഉണ്ടല്ലോ, ഇക്കാര്യം കളക്ടർ മോശമാണ്, ഒരു പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ അതുക്കുള്ള ആരുമില്ല, ഞാനുണ്ടല്ലോ, എല്ലാം ഭംഗിയായി ചെയ്യും, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കണം നിർബന്ധമായി പോസ്റ്റ്മോർട്ടം ചെയ്തു. അന്നേ സംശയം ഞങ്ങൾക്കുണ്ട്. ആ സംശയം വ്യക്തമായി പറയുകയും ചെയ്തു. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പം ബന്ധപ്പെട്ട കുടുംബത്തിന്റെ നിയറസ്റ്റ് റിലേറ്റീവ് ആരെങ്കിലും തന്നെ ഉണ്ടാവണം. അത് സ്വാഭാവികമാണ്. ഇതൊന്നുമില്ലാതെ പോസ്റ്റ്മോർട്ടം നടന്നു. അത് കളക്ടർ നേതൃത്വം കൊടുത്ത് നടത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് മാത്രമല്ല, അതിനുശേഷം ആ കളക്ടറുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാചകവും ഇതിനെതിരായിട്ടാണ്. സ്വാഭാവികം അദ്ദേഹം അതിനു മുമ്പ് തലേദിവസം പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല. അത് പറഞ്ഞു, ശരി. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ അടുത്ത് രാത്രി 6:30 മണിക്ക് നബിൻ വന്നു, പറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അതാരാ? തലേദിവസമായിരിക്കില്ല, തലയ്ക്ക് വല്ല കുഴപ്പമുള്ളതെന്ന് കളക്ടർ. കളക്ടറെ പൂർണ്ണമായും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ SIT തയ്യാറാകുന്നില്ല. കാരണം CCTV ദൃശ്യങ്ങൾ ഇതുവരെ പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കളക്ടറുമായി ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡുകൾ, ഇതെല്ലാം കുടുംബത്തിന്റെ ആശങ്കയാണോ നിലവിൽ? ഈ കളക്ടറെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നതല്ല. ഇതിനുവേണ്ടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കൂ എന്ന് പറയുന്ന ഈ പമ്പുകാരൻ അവനെ ഒന്ന് പരിശോധിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കാം, അവനെ ഒന്ന് പരിശോധിക്കുന്നില്ലല്ലോ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹായിക്കേണ്ട രീതിയിൽ സഹായിക്കുന്നില്ല മാധ്യമങ്ങൾ പോലും എന്നൊരു വിമർശനം എനിക്കുണ്ട്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ശേഷം ഒരു 10 ദിവസക്കാലം കൊണ്ട് ഈ കേരളത്തിലെ ആണും പെണ്ണും അടക്കം 63 നേതാക്കന്മാരാണ് ഈ വീട്ടിൽ വന്നത്. ഒന്നിനുള്ള 63 നേതാക്കന്മാര്, വലുതും ചെറുതും, ഭരണപക്ഷവും പ്രതിപക്ഷവും. ആ 63 വന്നു. ശേഷം ഈ വന്ന ആളുകൾ പിന്നെ ഒരു അഭിപ്രായത്തിനെ പറ്റി പറഞ്ഞ് കേൾക്കുന്നത് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാചകം കേട്ടില്ല. വന്ന ആളുകൾ എല്ലാവരും സപ്പോർട്ട് പറഞ്ഞു. ഒരാളെങ്കിലും ഇപ്പൊ ഇതുവരെ ഇത്ര നീണ്ടുപോയി അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അന്വേഷണം നടത്തണം എന്ന് പറയാൻ ഒരാളും ഉണ്ടായില്ല. ആ കുടുംബത്തെ സഹായിക്കാൻ ഒരാളും ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ഇക്കാര്യത്തിലുള്ളത്.